ഫിലിമിൽ ഇപ്പോ വിളിച്ചിരുന്നു അടുത്തിട്ട് 3 സിനിമ ചെയ്തല്ലോ, അത് ഓൾറെഡി റണ്ണിങ്ങിലാണ്. ഇറങ്ങാനായിരുന്നു. ഈ ഡാനി സത്യൻ, അതുല്, ഇവരെ പോലെ കുറച്ച് വ്ളോഗേഴ്സ് ഉണ്ട്. എനിക്ക് ചെറുതാണ് ചെറുതാണ് നല്ലതല്ല ചെറു എടോ ഞാൻ ആകെ ഇച്ചിരി ഉള്ള ഒരാളാണ്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സാധനം ചെറുതാണ്, അത്രേ ഉള്ളൂ. അതിനെന്ത് ഞാനെന്തോ. ഗൈസ്, ഇന്നലെ വനിതാ ദിനമായിരുന്നു. വനിതാ ദിനത്തോടനുബന്ധിച്ച് മലയാളികൾക്ക് അഭിമാനകരമായിട്ട്, അതായത് സിംഗിൾ പേരൻസിന് അഭിമാനമായിട്ട് ഇന്നലെ രേണുസുതി രംഗത്ത് വന്നിട്ട് കുറച്ചധികം കാര്യങ്ങൾ, വലിയ കാര്യമുള്ള കാര്യമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ തീരുമാനിക്കുക. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ പോലെ തന്നെ രേണുസുതി തന്നെയാണ് സബ്ജക്ട്. കാണാൻ താല്പര്യമുള്ളവരെല്ലാം വരിക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എന്റെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ ശ്രമിക്കും. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്ത് ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാം. എന്തൊക്കെയാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി. നമുക്കറിയാം, ബിഗ് ബോസിലോട്ട് രേണുസുതി എൻട്രി ചെയ്യുന്നതിന് മുന്നേ തൊട്ട് തന്നെ രേണുസുതി എന്ന ഒരു സംഭവം, ഒരു ബോംബ് ഇവിടെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കാര്യം ഇച്ചിരി ഉള്ള ഒരു പെണ്ണാണെങ്കിൽ പോലും അതിന്റെ കയ്യിലിരിപ്പുകൊണ്ട് ഈ കേരളത്തെ മൊത്തം പറയിപ്പിച്ച ഒരു വ്യക്തിയാണ്. പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറയിപ്പിച്ച് നടന്ന് ഇത്രയും പേര് കൂട്ടത്തോടെ പറയുമ്പോഴും അതിൽ ബോൾഡായിട്ട് നിന്നിട്ട് എനിക്കിതൊന്നും ഒരു വിഷയമല്ല, നെഗറ്റീവ് പോരട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വാരി കൂട്ടുകയും, അതുപോലെ തന്നെ ചുമ്മാ ഒന്നും അല്ലാട്ടോ നെഗറ്റീവ് പോരുന്ന കയ്യിലിരിപ്പോണ്ട് തന്നെയാണ് പുള്ളിക്കാരി കാണിച്ചു കൂട്ടുന്ന കയ്യിലിരിപ്പോണ്ട് തന്നെ ചോദിച്ചു വാങ്ങുന്ന ഒരു അവസ്ഥയാണ്. എത്ര പറഞ്ഞു കൊടുത്താലും പുള്ളിക്കാരിക്ക് അത് തലയിലോട്ട് കയറത്തൂല. അഥവാ തലയിലോട്ട് കയറിയാൽ തന്നെ പുള്ളിക്കാരി അത് വകവെക്കത്തൂല. കാരണം അവർക്ക് ഇങ്ങനെയൊക്കെ നടക്കണം. ശരിക്കും പറഞ്ഞാൽ ഉളുപ്പും ഒരു നാണക്കേടും ഇല്ലാത്തൊരവസ്ഥ. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ നമുക്കൊരു ലജ്ജ ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു ലജ്ജാപാപം ഇല്ലാതെ ഇതെനിക്ക് അഭിമാനമാണ്, ഇതെനിക്ക് വേണ്ടുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് കുപ്രസിദ്ധി നേടി നടക്കുന്ന രേണുസുതിയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഒരു ക്യാപ്സൂളിന് പോലും രേണുസുതി ചെയ്ത് നന്നായി എന്നൊരു പോയിന്റ് നിങ്ങളിലോട്ട് എത്തിക്കാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥ വരുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും രേണു ചെയ്ത് എന്തുകൊണ്ട് നന്നായി നമ്മൾ ഒരു മടിയില്ലാതെ പറയുക തന്നെ ചെയ്യും. പക്ഷെ രേണുവിനെ കുറിച്ച് നമ്മൾ അടുത്തറിഞ്ഞതാണ്. ഒരുപാട് സോഴ്സുകളിൽ നിന്ന് നമ്മൾ രേണുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടതാണ്, ആരാ എന്താണെന്ന്. പക്ഷെ പുള്ളിക്കാരി കാണുന്നത് പോലെ ഒന്നുമല്ല. പുള്ളിക്കാരി കയ്യിലിരിപ്പ് വയസ്സ് 10, 30, 36 ഉള്ളെന്ന് പറയുന്നു. പക്ഷെ കയ്യിലിരിപ്പ് ഒരു 10, 70 വയസ്സിന് അപ്പുറമുള്ളവരുടെ ഇതാണ്. അതുപോലത്തെ പരിപാടിയാണ് പുള്ളിക്കാരി കാട്ടിക്കൂട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നിരന്തരം വന്നിട്ട് ഇതുപോലെ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഏക്കാലും വെച്ച് താമസിക്കേണ്ട. രേണുസുതി കഴിഞ്ഞ ദിവസം കൊടുത്ത ഇന്റർവ്യൂ അല്ല, ഇപ്പം ഓൺലൈൻ മീഡിയ ഓടി നടക്കുന്ന ബൈറ്റ്സ് അല്ലേ കൊടുക്കുന്നത്. അപ്പൊ ഏക്കാലും ബൈറ്റ്സ് വേണ്ടി വുമൻസ് ഡേ ആയിട്ട് ആരാധനയോട് എന്താ പറയാ? വുമൻസ് ഡേ ആയിട്ട് വളരെ സന്തോഷം. നമ്മൾ എന്താ പറയാ, പ്രത്യേകിച്ച് വുമൻസ് ഡേക്ക് തന്നെ എന്നെ ലിമി ചേച്ചി ഇവിടെ നമ്മുടെ ലിവാനിയ ബോട്ടിക്കിന്റെ ഇനോഗ്രേഷന് വിളിച്ചത് തന്നെ എന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം എന്നെ പോലെ കുറെ സിംഗിൾ പേരൻസ് ഉണ്ട് ലൈഫിൽ. എന്താ പറയാ, ഒരു നിമിഷം എന്താ പറയാ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്ന് നമ്മൾ മുന്നോട്ട് എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകളിൽ നിന്നും, എല്ലാവരും കുറച്ച് പേരുടെ കുറ്റപ്പെടുത്തലുകളൊക്കെ കേട്ടിട്ട് നമ്മൾ താണു വീണ് കഴിഞ്ഞാൽ അങ്ങനെ കിടക്കത്തുള്ളൂ. അതിൽ നിന്നെല്ലാം മുന്നേറി ഇപ്പൊ ചേച്ചിയെ തന്നെ കണ്ടില്ലേ, 15 വർഷത്തെ കാത്തിരിപ്പാണ് ഈ ഒരു ഈ ഒരു അച്ചീവ്മെന്റ്. അപ്പൊ അതുപോലെ നമ്മൾ സ്ത്രീകളായിട്ടുള്ള നമ്മൾ എന്തൊക്കെ നെഗറ്റീവ് കേട്ടാൽ നമ്മൾ എന്താ പറയാ മുന്നോട്ട് തന്നെ പോവാം. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തും. നമ്മൾ ആരെ മൈൻഡ് ചെയ്യണ്ട, അതായത് നെഗറ്റീവ്സിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകാം. സ്ത്രീകളോടോ ഒറ്റയ്ക്ക് താമസിക്കും. സത്യം പറഞ്ഞാൽ വനിതകൾ എന്ന് പറഞ്ഞാൽ അമ്മയാണ്. വനിത അല്ലെങ്കിൽ സ്ത്രീ അമ്മയാണ് അല്ലെ. നമുക്ക് അമ്മ എന്ന് പറയുന്ന ഒരു സത്യം നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഒരു വിളക്കാണ് അമ്മ. അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുക. ഇതിന് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഭവിക്കുന്നവരാണ്. ഒരുപാട് കണ്ണുകളിലൂടെ അവരെ കാണുന്നു മറ്റുള്ളവർ. പക്ഷെ അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ അനുഭവം നിങ്ങൾക്ക് ഈ പുറമേ നിന്ന് കാണുന്നവർക്കൊന്നും മനസ്സിലാകത്തില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ സ്ത്രീകളെ ബഹുമാനിക്കുക. അവർ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവർ ഈ നെഗറ്റീവ്സും ഈ പ്രശ്നങ്ങളും ഒന്നും തളർത്താതെ അവർ മുന്നോട്ട് പോകാറ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക. അവർ ഒരിക്കലും തളർന്ന് അല്ല. ആരായി പറയുന്നത്? നമ്മുടെ രേണുക്കായോ, നമ്മുടെ രേണാസനായോ? ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ മോളെ നിനക്ക്? സിംഗിൾ പേരൻസിനും കൂടി അപമാനമാണ് എന്റെ പൊന്നു കുഞ്ഞ്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും, ഈ ഭാരിച്ച വാക്കുകളൊന്നും രേണു പറയാതിരിക്കുക. കാരണം രേണുവിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കുന്നതാണ്. എന്നിട്ടും ഇത്രയൊക്കെ പാസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടും നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ എന്ത് കോൺഫിഡൻസോടെയാണ് വന്ന് നിൽക്കുന്നതെന്ന് വിചാരിച്ച് എനിക്കറിയില്ല. ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ ഈ ഒരു പാസ്റ്റും കാര്യങ്ങളും എടുത്തിട്ട് അലക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹനാൻ പറഞ്ഞ ഒരു കേസറ്റ് നിൽക്കുന്നില്ല. അത് ഒരുപാട് കേസറ്റ് ഉണ്ടെന്ന് രേണുവിനറിയാം. അപ്പം സിംഗിൾ പേരന്റിനെ കുറിച്ച് പറയാനും സിംഗിൾ പേരന്റിനെ അപമാനിക്കാനും ദൈവത്തെ ഓർത്ത് രേണു ഇങ്ങനെ തുനിഞ്ഞിറങ്ങരുത്. ഒരുപക്ഷെ ഞങ്ങൾക്കല്ലാണ്ട് ഈ രേണുവിനെ കാണുന്ന മറ്റ് വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് തോന്നിയിരിക്കും രേണു എന്ത് പാവമാണ്, ഈ യൂട്യൂബേഴ്സ് എന്തിനാണ് ഇങ്ങനെ എടുത്ത് അലക്കുന്നതൊക്കെ. പക്ഷെ നമുക്കേ അറിയുള്ളൂ അതിന്റെ പിന്നിൽ ഒരു വളരെ നിഗൂഢമായ രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് രേണുവിന് നന്നായിട്ട് അറിയാം. രേണുവിന്റെ വീട്ടുകാർക്കും അറിയാം, പിന്നെ രേണുവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കും അറിയാം. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനെ വെച്ച് അലക്കുന്നത്. സ്ത്രീ വിളക്കാണ്, ഇതാണ്. ശരിയായിരിക്കും, സ്ത്രീകൾ വീടിന്റെ വിളക്കാണ്. സിംഗിൾ പേരന്റ് ഒക്കെ വിളക്ക് തന്നെയാണ്. രേണുവിനെ പോലെയല്ല, ഒരുപാട് സിംഗിൾ പേരന്റ്സിനെ നമുക്ക് പേഴ്സണലായിട്ട് അറിയാം. കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുന്ന സിംഗിൾ പേരന്റ്സിനെ. പക്ഷെ രേണുവിനെ സംബന്ധിച്ച് രേണുസുതി വീടിന്റെ വിളക്കല്ല, ശരിക്കും കരിവിളക്കാണ് രേണു. രേണു എന്താണ് കാണിക്കുന്നതെന്ന് രേണുവിന് തന്നെ ഒരു ബോധമില്ലാതെ അങ്ങ് ഓടിപ്പാഞ്ഞ് നടക്കുവാണ്. എന്തോ വലിയ കാര്യമാണെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇവിടുന്നും തന്തയ്ക്ക് വിളി വരെ കേൾക്കുന്നത് എന്തോ വലിയ കാര്യമാണെന്ന് പറഞ്ഞാണ് പുള്ളിക്കാരി നടക്കുന്നത്. പുള്ളിക്കാരിയെ ശരീരത്തെക്കുറിച്ച് ഓരോ ആണുങ്ങൾ ചോദിക്കുമ്പോഴും പറഞ്ഞിരിക്കുമ്പോഴും ഈവൻ ക്യാമറമാൻ വരെ രേണുസുതിയുടെ ശരീരത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴേക്കും അതെന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി അഭിമാനത്തോടെയാണ് സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം നമുക്ക് പറയാനുള്ളത്,
ഒരു ക്യാമറമാൻ, ഒരു അന്യപുരുഷൻ ഒരു നിങ്ങളോട് നിന്റെ സൈസ് എത്രയാന്ന് അത്രയും പബ്ലിക്കായിട്ട് ചോദിക്കാൻ മാത്രം എന്താണ് അവന് അത്രയും തന്റെ ഇടം കിട്ടണമെങ്കിൽ അതിന്റെ കാരണക്കാരി തീർച്ചയായിട്ടും രേണു തന്നെയാണ്. രേണു അത്രയും കോൺഫിഡൻസ് അവർക്ക് കൊടുത്തോണ്ടാണ് രേണുവിനെ ഇങ്ങനെ ഇവളോട് ഇത് ചോദിച്ചാൽ കുഴപ്പമില്ല അവളൊന്നും പറയത്തില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ 3 അവന്മാരും എടുത്തിട്ട് അമ്മാനമാടുന്നങ്ങൾ ഉണ്ടായിരുന്നു, അമ്മാനമാടുന്നത് എന്തിന്റെ പേരിലാണേലും. അപ്പം അതൊക്കെ രേണുവിന് ഓക്കെയാണ്, അവളെ എന്തും ചെയ്യാം എന്തും പറയാം. പിന്നെ അതുപോലെ അക്ഷയ് എന്ന് പറഞ്ഞ ഒരുത്തം വന്നിട്ടിരുന്നുകൊണ്ട് അവളെ മുള്ളും മുനയും വെച്ചിട്ട് അവളെ യൂസ് ചെയ്യുമായിരുന്നു, ശരിക്കും ചോര ഊറ്റി കുടിക്കുക എന്ന് പറയും. എന്നിട്ടും അതിനൊക്കെ നിന്ന് കൊടുത്തിട്ട് എടാ ഇന്നാണ് ഞാനെന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്, നിനക്ക് എന്നെ വെച്ചിട്ട് എങ്ങനെ വേണേലും പബ്ലിക്കിന്റെ മുന്നിൽ റെപ്രസെന്റ് ചെയ്യാം, നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ യൂസ് ചെയ്യാം, ലൈക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാക്കുകൊണ്ട് പറഞ്ഞിട്ട് ഒരു തെറ്റിദ്ധാരണ ഇട്ട് കൊടുത്തിട്ട് യൂസ് ചെയ്യാം, ഞാൻ മറ്റേ രീതിയല്ല ഉദ്ദേശിച്ചത്, അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞ ഒരു പെണ്ണ് നിന്ന് കൊടുക്കുമ്പോഴത്തേക്ക് അവരെ കുറ്റം പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം ഈ വനിതാ ദിനത്തിൽ രേണു ഇങ്ങനെയൊക്കെ എന്ത് സ്ത്രീകളുടെ സിംഗിൾ പേരന്റ് അഭിമാനമാണെന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ്, അവരെ കൂടെ അപമാനിക്കുന്ന തരത്തിലാണ്. അപ്പം സിംഗിൾ പേരന്റ്സ് ഇവിടെ ഈ എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും രേണുവിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ, രേണു നിങ്ങൾക്ക് ഒരു മാതൃകയാണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക കേട്ടോ. പിന്നെ അടുത്ത ഒരു വീഡിയോ ഞാൻ അത് പറഞ്ഞപ്പോഴാണ്, ഞാൻ ആരുടെ കൂടെ എന്റെ ബ്രദർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ആണെങ്കിലും കൂടെ അഭിനയിക്കുന്ന ആരുടെ കൂടെ സെൽഫി എടുത്താലും ഈ ഡാനി സത്യൻ, അതുല് ഇവരെ പോലെ കുറച്ച് വ്ളോഗേഴ്സ് ഉണ്ട് എനിക്ക് നെഗറ്റീവ് അടിക്കുന്നത്. ഇവന്മാർ അത് സ്ക്രീൻഷോട്ട് എടുത്ത് എന്തിനാണ് ഈ തമ്പലിനോ അങ്ങനെയല്ലേ പറയുന്നത്, അത് കൊടുക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. കാമുകൻ അപ്പൊ ഫോട്ടോ നോക്കുമ്പോൾ അവർ വേറെ ആൾക്കാരാണ്, ഇവർക്ക് വേറെ ഒന്നും AI വെച്ച് ഏതായാലും ഒരു ഫോട്ടോ എടുക്കാമല്ലോ, മെയിൻ സ്ട്രീം കാണിച്ച പോലെ അങ്ങനെ ഒരു AI വെച്ചൊരു ഫോട്ടോ വെക്കാമല്ലോ ഇവർക്ക്. അപ്പം ഡാനി അളിയാ നിന്നെയും സിനിമയിലെടുത്തു. അപ്പം രേണു പറയുന്നത് ഡാനിയുടെയും അതിന്റെയും പേര് ഇവിടെ എന്നാണേലും എടുത്ത് പറഞ്ഞിട്ടുണ്ട്, വളരെ നല്ല കാര്യം. അപ്പം എഴുതോ എന്ന സിനിമ എടുത്തടാ എന്ന് പറഞ്ഞ പോലെയാണ്. അങ്ങനെ കാത്തിരുന്ന ഡാനിയുടെ പേരും കൂടെ രേണുസുതി ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. ഇത്ര നമ്മൾ അതിന്റെ പേര് മാത്രമേ കേട്ടുള്ളൂ. അങ്ങനെ ഡാനി ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള രേണുവിൽ നിന്ന് ആ പേരുകളൊക്കെ പറയാന്ന് വെച്ചാൽ അതിനപ്പുറം അഭിമാനം വേറെ ഒന്നുമില്ല. അപ്പം അതിൽ മാത്രം അഭിമാനം കൊണ്ടാ പോരാ, ഡാനിയും കൂടെ അങ്ങനെ അഭിമാനം കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും രേണു ഇപ്പൊ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഫിലിമിൽ ഇപ്പോ വിളിച്ചിരുന്നു അടുത്തിട്ടോ? 3 സിനിമ ചെയ്തല്ലോ, അത് ഓൾറെഡി റണ്ണിങ്ങിലാണ്. എനിക്കൊന്ന് ഇറങ്ങാനായിരുന്നു. എത്ര പേയ്മെന്റ് മേടിക്കണം ഫിലിമിന്? മാനേജർക്ക് അറിയത്തില്ല, ഞാൻ അങ്ങനെ പുറത്ത് പറയാറില്ല. ഈ വീഡിയോ എന്ന് പറയുന്നത് എന്താണ്, സിനിമയിൽ അഭിനയിച്ചു, രേണുസുതി സിനിമയിൽ അഭിനയിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല രേണുസുതി ഒരു സിനിമയിലും അഭിനയിക്കുന്നത് കണ്ടില്ല. ഇനി ഏതെങ്കിലും സിനിമ കയറിയൊന്നും അറിയത്തില്ല. കുറെ ഓഞ്ഞ ഷോർട്ട് ഫിലിംസ് അഭിനയിക്കുന്നത് കണ്ടിട്ടായിരുന്നു. അതിനൊക്കെ ഷോർട്ട് ഫിലിം എന്ന് പറയണോ അതോ വേറെ എന്തെങ്കിലും സൈറ്റിൽ പോകേണ്ട ഒരു സീൻ എന്ന് പറയണോ? അത് രേണുവിന്റെ എക്സ്പ്രഷൻ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഞാൻ പറഞ്ഞു മടുത്തു. നിങ്ങൾ ഓൾമോസ്റ്റ് ആൾക്കാരും കാണുന്നതാണല്ലോ, നമുക്ക് കുടുംബത്തോടെ ഇരുന്ന് കാണാനും പറ്റത്തില്ല. ഷീലാമ്മ അങ്ങനെയുള്ള നടികൾ അങ്ങനെയൊക്കെ മോശമായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഇട്ടിട്ട് വരുന്ന ഒരു രേണുസുതിയാണ് കാണുന്നത്. അല്ലാതെ പ്രണയ രംഗങ്ങളിലെ ഒരു കാമുകൻ അവളെ എന്താണ് അതുപോലെ നമ്മളിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ വരുന്ന ഫീലിങ്സ് ഒന്നുമില്ല. വേറെ എന്താണ്ട് തീർക്കാൻ വേണ്ടി വരുന്ന അവരുടെ കാമുകന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വരുമ്പോഴത്തേക്ക് ഉള്ള ഒരു ഫീലൊക്കെയാണ് നമുക്ക് രേണുവിൽ നിന്ന് പേഴ്സണലി കിട്ടിയുള്ളൂ. എല്ലാത്തിനും ഓരോ എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പം സിനിമയിലൊക്കെ ഇങ്ങനെയുള്ള ജാതികൾ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും സിനിമയിൽ 3 അഭിനയിച്ചു എന്നൊക്കെയാണ് രേണു പറയുന്നത്. ഏത് സിനിമ ഷോർട്ട് ഫിലിമിനായിരിക്കും ചിലപ്പോൾ ഇവർ സിനിമയെന്ന് പറയുന്നത്. കഴിഞ്ഞ ആൽബം ഷൂട്ടിലുണ്ടായിരുന്ന അക്ഷയുമായിട്ട് കുറെ ഗോസിപ്പുകള്. അതെ കേൾക്കുന്നുണ്ട്. അക്ഷയം കേൾക്കുന്നുണ്ട്, ഞാനും കേൾക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അതൊക്കെ നിസ്സാരമായിട്ട് ഞങ്ങൾക്ക് അത് വിഷയമല്ല. അക്ഷയെന്ന് വിളിച്ച് നോക്കാം. ഹലോ, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ്, കുറെ നാളൊന്നും നല്ല ഫ്രണ്ട്സാണ് ഞങ്ങൾ. അവനാണേലും ചേച്ചി എന്നുള്ളവരുണ്ടാവും. ഞാൻ അങ്ങനെ തന്നെയാണ് എൻ്റെ തനിയെ പറയുന്നത്. നല്ല ഫ്രണ്ട്സാണ്. ഇവിടെ ഒരു അക്ഷയെ കുറിച്ച് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പം അക്ഷയ് ഞാനിപ്പോ എയറിലാണ്, അവനും കേൾക്കുന്നുണ്ട് ഞാനും കേൾക്കുന്നുണ്ട്. എനിക്ക് അവൻ അനിയനെ പോലെയാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്നുണ്ട്. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഒരിക്കലും രേണു നീ അയാളെ ഒരു അനിയനായിട്ട് കാണുകയാണെങ്കിൽ ഇങ്ങനെ ഡബിൾ മീനിങ് ഒരിക്കലും നമ്മൾ അനിയന്മാരോട് പറയാറില്ല. സത്യമായിട്ടും സീരിയസ്ലി മാൻ എനിക്കതൊന്നും ഉൾക്കൊള്ളാനും പറ്റത്തില്ല. നമ്മൾ ആരോടും അങ്ങനെ അനിയന്മാരോടാണെങ്കിലും ചേച്ചിമാരോടാണെങ്കിലും അനിയത്തിമാരോടാണെങ്കിലും ചേട്ടന്മാരോടാണെങ്കിലും നമ്മുടെ റിലേറ്റീവ് കസിൻസിനോടാണെങ്കിൽ പോലും നമ്മളിങ്ങനെ ഡബിൾ മീനിങ് വെച്ചിട്ട് എടാ എന്റെ വട കണ്ടോ, അവനെ വെച്ചിട്ടാണ് പറഞ്ഞത് എന്റെ വട കണ്ടോ, നമ്മുടെ ഡ്രസ്സ് ഒക്കെ മാറ്റിയിടുന്നത്. പിന്നെ അതുപോലെ കാറി വെച്ചുള്ള സീൻസ് ഒക്കെ ഞങ്ങൾ അങ്ങനെ ക്ഷീണിക്കത്തില്ല. ഒരു അനിയനും ഒരു ചേച്ചിയോട് ഇങ്ങനെ ഡബിൾ മീനിങ് വെച്ചിട്ട് അവൻ യൂസ് ചെയ്യത്തില്ല. അപ്പം ദൈവത്തെ ഓർത്ത് ഇനി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് അനിയൻ ചേച്ചി ബന്ധമാണെന്ന്? ഇങ്ങനൊന്നും അല്ലടേ. നമ്മളെല്ലാരും ഇതുപോലെ കസിൻസും റിലേറ്റീവ്സും അനിയനും ചേട്ടനും അനിയനും എല്ലാം ഉള്ളവരല്ലേ. നമ്മൾ ഇങ്ങനെയൊക്കെയാണോ? നമ്മൾ ഒരിക്കലും അല്ല. പോട്ടെ, നമുക്കൊരു എന്താണ് ആൺ സുഹൃത്തുക്കളുണ്ടെന്ന് വിചാരിക്കും, നമ്മൾ അവരോട് ഇങ്ങനെയൊക്കെ പറയുമോ എടാ എന്റെ വട കണ്ടോ എന്നിട്ട് നമ്മൾ ചോദിക്കൂ എന്താണത്? അത് പഠിച്ചതേ പാടുകളെന്ന് കേട്ടിട്ടുണ്ട്. രേണു ഇതൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്, രേണുവിന്റെ വീട്ടിൽ നിന്ന് ഇതൊക്കെയാണ് പഠിച്ചു വിട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ കുറച്ച് ഇന്റർവ്യൂവും കാര്യങ്ങളും എടുക്കുന്നത് ഏതാണ്ട് ആഞ്ഞിലിത്തടി അങ്ങനെ വെട്ടി വെച്ച് എന്റെ മണ്ടലാണ് കയറിയിരിക്കുന്നത്. രേണുവിന്റെ ഡ്രസ്സിങ് നോക്കുമ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കോന്ന്, അങ്ങും എത്തത്തില്ലാത്ത ഒരു ഉടുപ്പ്. എടാ നമ്മളും ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടത്തില്ല എന്ന് പറയത്തില്ല, ഇടും. നമ്മുടെ വീട്ടിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സോണില്ല. പക്ഷെ ആരെങ്കിലും വീട്ടിലോട്ട് വരിക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചടക്കം കുറഞ്ഞ ഡ്രസ്സോ വലിയോ ഒക്കെ ഇട്ടേക്കുവാന്ന് വിചാരിക്കുവാണെങ്കിൽ നമുക്ക് വേണം ഹോളിംബെൽ അടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ റിലേറ്റീവ്സ് ഒന്നും അല്ലെങ്കിൽ നമ്മൾ ഓടിപ്പോയി നല്ലൊരു ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരും. പിന്നെ അതുപോലെ നമ്മൾ പബ്ലിക്കിന്റെ മുന്നോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ അവരെ പറയിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ പറയിപ്പിക്കാനോ വേണ്ടി തരത്തിൽ ഡ്രസ്സ് ചെയ്ത് ഇറങ്ങത്തില്ല. കാരണം എന്റെ ബോഡി എന്ന് പറഞ്ഞാൽ വളരെ സ്ലിം ആണ്. പക്ഷെ ഞാൻ അമ്മയാണ്, എനിക്ക് നല്ലൊരു ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ പബ്ലിക്കിന്റെ മുന്നോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക്
ഞാൻ ആ ഒരു രീതിയിൽ നമ്മൾ ഡ്രസ്സിങ് ചെയ്ത് ഇറങ്ങാറുള്ളൂ. ഒരിക്കലും നമ്മൾ കാരണം നമ്മുടെ മക്കളെല്ലാം കുടുംബത്തോടെ പറയിപ്പിക്കരുത് എന്നുള്ള ഒരു ബോധം നമുക്ക് സ്വയം ഉണ്ടാകണം. അങ്ങനെയൊക്കെയാണ്. അല്ലാതെ എല്ലാവർക്കും മോഡലായിട്ട് നടക്കാൻ എല്ലാം ഇഷ്ടമാണ്. പക്ഷെ ഓവർ മോഡൽ ആർക്കും അങ്ങനെ കാണുമ്പോൾ അയ്യേ എന്ന് പറയരുത്. എപ്പോഴെപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ല ഡ്രസ് ചെയ്യുന്നത്. പക്ഷെ രേണുവിനെ സംബന്ധിച്ച് എപ്പോഴും മറ്റുള്ളവരെ കാണിക്കാനാണ്. ഈ ഒരു ഇന്റർവ്യൂ ഒരു ചെറുക്കൻ ഫ്രണ്ടിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ അവന്റെ മുന്നിലാണ് ഒരു ആഞ്ഞിൽത്തടിയുടെ മേളിൽ ഈ രീതിയിൽ ഇരിക്കുന്നത്. അടക്കം ഒതുക്കമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ 100%, 110% ഞാൻ പറയും രേണുവിന് അടക്കവും ഒതുക്കവും ഇല്ലാത്തൊരു പെണ്ണാണ്. അത് രേണുവിന്റെ പല തവണയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം നമ്മുടെയൊക്കെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ തീരെ കൊച്ചിലെയാണ്. നമ്മളൊരു നഴ്സറി അംഗൻവാടി പഠിക്കുന്ന സമയം തൊട്ട് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയും, എടി കാല് അകത്തി വെച്ച് ഇരുന്ന് പഠിക്കരുത്, കാല് അടുപ്പിച്ച് ഇരുന്ന് പഠിക്കണമെന്ന്. ഞാനൊരു 100, എനിക്കറിയത്തില്ല ഒരു ദിവസം എത്ര തവണ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല കൊച്ചിലെ. അത് എന്റെ അമ്മാവും പറഞ്ഞിട്ടുണ്ട്, എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, കാലൊതുക്കി വെച്ചിരുന്ന് പഠിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ കേട്ടാണ് വളർന്നേക്കുന്നത്. പക്ഷെ രേണുവിന്റെ ഒരു നടത്തം എന്ന് പറഞ്ഞാൽ അടക്കം ഒതുക്കം എന്ന് പറഞ്ഞ ഒരു സാധനം അവിടെ 7 അയലത്തോട്ട് പോയിട്ടില്ല എന്നുള്ള കാര്യമാണ് വാസ്തവം. അതെ, ഡൽഹി ബേസ്ഡ് മലയാളി അല്ലേ? അങ്ങനല്ലേ പട്ടാളക്കാരോ? പുതിയ പ്രേമല്ലേ പട്ടാളക്കാർ? ഡൽഹിയിലുള്ള പട്ടാളക്കാർ കമാൻഡോ അവരൊക്കെ എനിക്ക് 2 ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. വന്ദേ ഭാരതം പറഞ്ഞ ശേഷം പട്ടാളക്കാർ സെറ്റ് ആയതോ? അടുത്ത പ്രേമം കുരുപൊട്ടി ഇറങ്ങി. അടുത്ത എല്ലാം കഴിഞ്ഞു. മുസ്ലിം കഴിഞ്ഞു, മറ്റേ കാമുകം കഴിഞ്ഞു. ഇപ്പം പട്ടാളക്കാരനാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞിടയ്ക്ക് വിവാഹാലോചന വേണമെന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടേക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ആറാട്ടെണ്ണം വന്ന് ട്രോളുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതും കൊണ്ടൊക്കെ ഈ സ്ത്രീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഇവര് തന്നെയാണ് ഇവർക്ക് ഇങ്ങനെ ചൊറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുന്നത്. ഇവര് തന്നെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ട് കുറച്ച് ഓൺലൈൻ മീഡിയാസിനെ വിളിച്ചേടാ മക്കളെ നീ ഇന്ന ക്വസ്റ്റ്യൻസ് നീ എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങളുടെ ചാനൽ ഒന്ന് വ്യൂസ് കൂട്ടിത്തരാന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ഒരു ഗിമിക്ക് പരിപാടിയാണ്. അതിന്റെ ഒരു വോയിസ് ഈയിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വോയിസ് രേണുസുതി എങ്ങനെ നമുക്കൊന്ന് കത്തിക്കണം എന്നാന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓൺലൈൻ ക്യാമറ ചെയ്യുന്ന പിള്ളേരെയാന്ന് തോന്നുന്നു വിളിച്ചങ്ങനെ പറയുന്ന ഒരു വോയിസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ആ വീഡിയോ ചെയ്തിരുന്നില്ല. അപ്പം ഇതൊക്കെയാണ് രേണുസുതി. നല്ല അഹങ്കാരമുണ്ട്, നല്ല പേയ്മെന്റ് ആണ് ഇപ്പം ഓരോരോ ഇന്റർവ്യൂസിനും കാര്യങ്ങൾക്കും ആണെങ്കിൽ വാങ്ങിക്കുന്നത്. പിന്നെ ഹീൽസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീൽസ് ഇല്ലാതെ ജീവിക്കത്തില്ല, എനിക്ക് ഹീൽസ് വേണം. അതിനകത്തുള്ള ലോജിക്ക് എന്നാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഹീൽസ് ഇട്ടില്ലെങ്കിൽ കാല് എന്തുകൊണ്ട് പൊട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. അത് എന്ത് തരം അസുഖമാണെന്നും അറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ ആരാണ്ട് ചോദിച്ചു എന്ന് ചാണകം മെഴുകിയ വീട്ടിൽ താമസിച്ചതല്ലേന്ന്. ചാണകം മെഴുകിയ വീട്ടിൽ താമസിക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഞാൻ 94 ജനിച്ച ആളാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് ആശാങ്കളരിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആ ആശാങ്കളരിയിൽ പോയപ്പോഴത്തേക്ക് അവിടെ ചാണകമായിരുന്നു മെഴുകിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അപ്പൊ അവിടെ പോയി ഇരിക്കാനൊന്നും. അപ്പൊ നമ്മളിങ്ങനെ വേസ്പോഡില്ലേ അത് കൊണ്ടുപോകും. അപ്പൊ ഞാൻ കുറച്ച് നടങ്ങാണ്ടേ പോയുള്ളൂ. പക്ഷെ അക്ഷരം നന്നായിട്ട് പഠിച്ചു കേട്ടോ. അവിടെ ഞാൻ ഓർക്കുന്നുണ്ട് ചാണകം മെഴുകിയ ഇതായിരുന്നു, തറയായിരുന്നു. അതൊന്നും വലിയ സംഭവമൊന്നും അല്ല. അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഈ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു യൂട്യൂബേഴ്സും ഇവര് ചാണകം മെഴുകിയ വീട്ടിൽ കിടന്നതാണ് എന്ന് പറഞ്ഞും ഞാൻ കേട്ടിട്ടില്ല. ഈ രേണു തന്നെ ഉണ്ടാക്കുന്നതാണോ എന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ കൺമുന്നിൽ ഇതുവരെ വന്നിട്ടില്ല. എന്നാലും നല്ലതല്ലേ? അത്രയും ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടോ? അവര് നമ്മളാണെങ്കിൽ പാടത്തും വരുമ്പോഴത്തേക്കും ക്രിക്കറ്റും അതും ഇതും കളിച്ച് നടന്ന് എത്ര അയലൊക്കെ വീട്ടിൽ കളിക്കാൻ പോയി. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ, എന്റെ പിള്ളേരൊക്കെ ആണെങ്കിൽ വീടിന്റെ മുറ്റത്തോട്ട് ഇന്നവർ ഇറങ്ങിയിട്ടില്ല. അതുങ്ങൾക്ക് അറിയത്തില്ല ലൈഫ് എന്താണെന്ന് അവർ എൻജോയ് പോലും ചെയ്തിട്ടില്ല. നമുക്ക് കാണാൻ വ്യത്യാസമില്ല. നമ്മൾ എല്ലാവരുടെയും കൂടെ നടന്ന് കളിച്ച് തിമിർത്ത് വൈകുന്നേരം 6 മണിക്ക് മുമ്പ് വീട്ടിൽ കയറണം എന്നുള്ള ഒരു നിർദ്ദേശം മാത്രമേ ഉള്ളൂ. പിന്നെ വീട്ടിൽ കയറാത്ത സമയത്തൊക്കെ എന്നെയൊക്കെ വഴി വെച്ച് അടിച്ച് വീട്ടിൽ കയറ്റിട്ടുണ്ട് അമ്മ. അതൊക്കെ വേറൊരു കാലം. വിളിച്ചാൽ വരത്തില്ല, കളിയുടെ മൂഡ് കൊണ്ട് നമ്മൾ വരത്തില്ല. അവ വടിയായിട്ട് വന്നിട്ട് എന്നെ റോഡിൽ കൂടി ഇട്ട് അടിച്ചിട്ട് എപ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് കളി കാണാറുണ്ടോ? കുഞ്ഞിലെ പാകിസ്ഥാനും ഇന്ത്യ ഉണ്ടായിരുന്നു, സച്ചിൻ തെണ്ടുൽക്കറും ജഡേജയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ കാണാറുണ്ട്. ഞാൻ വലിയ ഫാനാണ് ജഡേജയുടെ, അജിത് അഗാർക്കറിന്റെ ആ സമയത്തൊക്കെ. ഇപ്പൊ കളി കാണാറില്ല? ഇല്ല, ഇപ്പൊ കളി കാണാറില്ല. ഞാൻ പണ്ടത്തെ കുഞ്ഞിലത്തെ മറ്റേ സച്ചിൻ തെണ്ടുൽക്കർ, അജിത് അഗാർക്കർ, അനിൽ കുംബ്ല, എന്താ പറയാ ജഡേജ, അവരുടെയൊക്കെ ഫാനായിരുന്നു. അല്ലാതെ ക്രിക്കറ്റിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പം ക്രിക്കറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് ഏകദേശം അത്ര വലിയ ധാരണയില്ല, അപ്ഡേറ്റഡ് എല്ലാം തോന്നുന്നു. അപ്പൊ ഇപ്പൊ നമ്മുടെ ലോകകപ്പിന്റെ കാര്യം ചോദിക്കുമ്പോൾ പുള്ളിക്കാരി അങ്ങ് പണ്ടത്തെ കാര്യങ്ങളാണ് പറയുന്നത്. എന്നാലും അവർക്ക് അതിനെ കുറിച്ച് എന്തോ ധാരണ ഇല്ലാത്ത പോലെ തോന്നിയിട്ടുണ്ട്. കുഞ്ഞിനെ കളിച്ചിരുന്നു, അപ്ഡേറ്റഡ് അല്ല. ഇപ്പൊ എന്താണ് കറന്റ് സിറ്റുവേഷൻ എന്ന് അവർ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു മറുപടി പറഞ്ഞ് കുംബ്ലയുടെ ഫാൻ ആണെന്ന് പറഞ്ഞ് ഒഴിയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനകത്തൊന്നും പറയാൻ പറ്റില്ല, എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. പിന്നെ അങ്ങനെയൊക്കെ കുറെ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താണൊക്കെ കുറെ ഉണ്ട്. കുറെ കാര്യങ്ങൾ ഇവരെന്തൊക്കെ പറയുന്നത്, നമുക്ക് അതെല്ലാം എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുക. എന്തിനാണ് ചുമ്മാ അരിച്ചു പേർക്ക് റിയാക്ട് ചെയ്യുന്നത്? അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പറയാം. ഇപ്പൊ തന്നെ ഏകദേശം ലെങ്തി ആയിട്ടുണ്ട് വീഡിയോ. അപ്പം എന്റെ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം, രേണുവിനെ കുറിച്ചുള്ള അഭിപ്രായം എസ്പെഷ്യലി എനിക്ക് ചോദിക്കാനുള്ളത് സിംഗിൾ പേരൻസിനാണ്. സിംഗിൾ പേരൻസിനെ ഈ രേണുസുതി എന്നൊരു വ്യക്തി നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് ഒരു മാതൃകയായിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അങ്ങനെ നിങ്ങൾക്ക് മാതൃകയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കണ്ടവരെ ശ്രദ്ധിക്കാം. ബൈ.